അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് സിറ അൻ നബവിയയുടെ 5-ാമത്തെ ഭാഗമാണ് ഇന്ന് നമുക്കെടുക്കാനുള്ളത്. 4 ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കേട്ടത്. ഇന്ന് മിൻ ഖബിലി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മൗലിദിഹി ഷരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസബുൻ നബവിയു അഷരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പുള്ള സംഭവങ്ങളിൽ നിന്ന് അവിടുത്തെ പവിത്രമായ പുണ്യമാക്കപ്പെട്ട ആ ജനനം വരെയുള്ള കാലഘട്ടമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര എന്ന് പറയുന്നത്, നസബ് എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ വംശപരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയുടെ മഹത്വം പറയുകയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വംശപരമ്പരയിൽ ജനിച്ചവരാണ്. അറബികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രമാണ് ഖുറൈശ്. ഖുറൈശികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബമാണ് ബനു ഹാഷിം കുടുംബം. ബനു ഹാഷിമിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത വംശപരമ്പരയെ അംഗീകരിച്ചു ഇരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹിർഖൽ അബൂ സുഫിയാനോട് ചോദിച്ചല്ലോ അവരുടെ വംശപരമ്പര എങ്ങനെയാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പര എങ്ങനെയാണെന്ന്. അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു, അവർ ഉന്നത വംശപരമ്പരയിലുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞു. അഷ്റഫുൽ ഖബായിലി ഖബീലത്തുഹു, അവിടുത്തെ കബീല ഏറ്റവും ശ്രേഷ്ഠമായ വംശപരമ്പരയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പര, അതായത് പൂർണ്ണമായ നസബ് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദി മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു ഖിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹ്ർ ഇബ്നു മാലിക് ഇബ്നു നളർ ഇബ്നു കിനാന ഇബ്നു ഖുസൈമ ഇബ്നു മുദ്രക ഇബ്നു ഇല്യാസ് ഇബ്നു മുളർ ഇബ്നു നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ പരമ്പര. ഇതുവരെയുള്ള ആ നസബിൽ, ഈ പറഞ്ഞ നസബിൽ പണ്ഡിതന്മാർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അഭിപ്രായം കാണാൻ സാധിക്കും. അദ്നാൻ വരെയുള്ള നസബ് ഉറച്ച തെളിവുകളോടെ സ്ഥാപിതമാണ്, അതായത് മുത്തവാത്തിറായി സ്ഥിരപ്പെട്ടതാണ് എന്നാണ് കാണുന്നത്. വഹുവ സാബിത്തുൻ ബിത്തവാത്തുരി വൽ ഇജ്മാ. ഈ നേരത്തെ പറഞ്ഞ ആ പരമ്പര, യഥാർത്ഥത്തിൽ ആ നസബ്, അദ്നാൻ വരെയുള്ള നസബ് തവാത്തിറായിട്ടുള്ള സ്ഥാപിതമാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അത് മുസ്ലിം പണ്ഡിതന്മാർ ഇജ്മാ ഉള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശത്തിൻ്റെ ശ്രേഷ്ഠത ഇതുപോലെ തന്നെ ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, അള്ളാഹു ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്തതികളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു, കിനാനയിൽ നിന്ന് ഖുറൈശിനെ തിരഞ്ഞെടുത്തു, ഖുറൈശിൽ നിന്ന് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു, ബനു ഹാഷിമിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ഉന്നതമായ വംശത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ മറ്റൊരു ഹദീസിൻ്റെ ആശയത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു, അവരിൽ ഏറ്റവും നല്ല വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തി, പിന്നെ ഏറ്റവും നല്ല ഗോത്രത്തിൽ എന്നെ ഉൾപ്പെടുത്തി, പിന്നെ ഏറ്റവും നല്ല കുടുംബത്തിൽ എന്നെ ഉൾപ്പെടുത്തി. അതിനാൽ ഞാൻ വംശത്തിലും ഏറ്റവും ശ്രേഷ്ഠൻ, കുടുംബത്തിലും ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ധാരാളം അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്
പറയുന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശത്തിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് പ്രത്യേക തെളിവ് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ബനു ഹാഷിം ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബമാണ്. ഖുറൈശ് അറബികളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രമാണ്. മക്കയാകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ നഗരമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, ഞാൻ എല്ലാ തലമുറകളിലും ഏറ്റവും നല്ല തലമുറകളിലൂടെയാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവികർ ഓരോ തലമുറയിലും സമൂഹത്തിലെ ശ്രേഷ്ഠതരായിരുന്നു. ഇതിൽ പ്രത്യേകം ഊന്നി പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വംശത്തിലാണ് ജനിച്ചത്. ഖുറൈശ്, ബനു ഹാഷിം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ക്രമത്തിൽ അള്ളാഹു തെരഞ്ഞെടുപ്പ് നടത്തി. അദ്നാൻ വരെ നസബ് പണ്ഡിതന്മാർ ഏകകണ്ഠമായി അംഗീകരിച്ചതാണ്. ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശത്തിൻ്റെ മഹത്വം ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. നേരത്തെ അത് സൂചിപ്പിച്ചു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനുഷ്യരിൽ ഏറ്റവും ഉന്നത കുടുംബത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വളരെ ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും ആധികാരികതയോടുകൂടി പഠിക്കാനും മനസ്സിലാക്കുവാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.